കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്. എന്റെ വാക്കൊക്കെ നീ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? തന്തയുടെ വഴി പുള്ളയുടെ വഴി. അമ്മ രാവിലെ തുടങ്ങി. എന്തുവാ ഈ അമ്മച്ചിക്ക് പ്രശ്നം? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കൂല. എന്നതാടി നിന്റെ പ്രശ്നം? കാലത്ത് തന്നെ എന്നതാ നിനക്ക്? എഴുന്നള്ളിയോ? എന്താ എനിക്കിവിടെ പ്രശ്നം ഇല്ലാത്ത കാര്യം എന്താന്ന് വെച്ചാൽ പറയടി, പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. എന്നതാ നിന്റെ പ്രശ്നം? നാട്ടിൽ നിന്ന് അമ്മച്ചി വിളിയോട് വിളിയാ ഈ കൊല്ലം പെരുന്നാൾ ചെല്ലുന്നില്ലെന്ന് ചോദിച്ചോണ്ട്. ഞാൻ എന്നതാ പറയേണ്ടത്? വരുന്നുണ്ട് എന്ന് പറയണം, എന്നിട്ട് പോണം. അല്ലെങ്കിൽ ഇപ്പൊ എന്നതാ പറയേണ്ടത്? എന്നിട്ട് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്തയും പിള്ള ഇവിടെ ഞാൻ അവിടെ. അത് നടക്കത്തില്ല. ഈ കൊല്ലം ഇച്ചായന് വരണം, അവളെയും കൊണ്ടുപോകണം. അത് നടക്കത്തില്ല ചേച്ചി കൊച്ചേ, തള്ളയും മോളും കൂടി അങ്ങ് പോയാൽ മതി. നിങ്ങൾക്ക് എന്താ മനുഷ്യ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാ? നിങ്ങൾ അവിടെ ആരെയും പിടിച്ച് കടിക്കുമോ? വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഓരോരോ എക്സ്ക്യൂസും. ഞാൻ പോകുന്നില്ല ഈ കൊല്ലം. അങ്ങനെ പറയല്ലേ ചേച്ചി കൊച്ചേ, അമ്മച്ചി പ്രായമായി വരികയല്ലേ, നിന്നെ കാണാമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ടല്ലേ അമ്മച്ചി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നീയും മോളും കൂടി ചെല്ലേ, ഞാൻ പുറകെ വരാം. ഓഫീസിലെ കാര്യങ്ങൾ ഒരുവിധം ഒതുക്കിയിട്ട് ഞാൻ പുറകെ എത്തിക്കോളാം. എന്തായാലും പെരുന്നാളിന് മുമ്പ് ഞാൻ അങ്ങ് എത്തും, പോരെ? എന്നതാ ഇവിടെ പ്രശ്നം? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ല. എന്നതാ അമ്മച്ചി? അതൊന്നുമില്ലടാ, ഈ കൊല്ലം പെരുന്നാളിന് ചെല്ലാൻ നിന്റെ വല്യമ്മച്ചി വിളിച്ചുകൊണ്ടിരിക്കുക നാട്ടിൽ നിന്ന്. അതിൻ്റെ ഒച്ചപ്പാടും ബഹളാ. നിങ്ങൾ പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ഇതിനാണ് അമ്മച്ചി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയത്. ഞാൻ അടുത്ത് ഏതോ അന്താരാഷ്ട്ര പ്രശ്നമായിരിക്കും. പിന്നെന്താ, പോയാലോ? എപ്പോഴാ പോണ്ടേ? മോളും റെഡിയായി, ഇനി എന്ത് വേണം? ഞാൻ ഇറങ്ങട്ടാ, ചെത്തിട്ട് വിളിക്കും. അമ്മച്ചി, ഇതാര്? വാ കേറി പോളെ. അമ്മച്ചി ഓർത്ത് അമ്മച്ചീനെ ഈ കൊല്ലം മോള് പറ്റിച്ചു. ഏതായാലും നീ വന്നല്ലോ, അമ്മച്ചിക്ക് സന്തോഷമായി. അമ്മച്ചി, ഇതാണ് എൻ്റെ മോള്. വല്യമ്മച്ചി കുഞ്ഞിലെ കണ്ടതല്ലേ നിന്നെ, നീ വളർന്ന് വലിയ കൊച്ചായി. ആരൊക്കെ എന്താ അമ്മച്ചി? ആരെയും കാണുന്നില്ലല്ലോ. അവരൊക്കെ അങ്ങ് പള്ളിയിലോട്ട് പോയിക്കോടിയത്. ഇപ്പൊ വരും, മക്കള് പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പത്തേക്ക് അവരെത്തും പള്ളിയിൽ. അളിയനെന്താ വരാഞ്ഞ? വരുവോ? പെരുന്നാളെത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനറിയാം. അപ്പം നിൽക്കണ 150 സ്വഭാവമുള്ള ആൾക്കാരല്ലേ, പറയാൻ പറ്റില്ല. എന്നെ കൊച്ചേ, വിരുന്നാരൊക്കെ ഉണ്ടല്ലോ. ജസ്ലിൻ എന്തിയെ? അവളകത്തുണ്ട് മോളെ. ഇതാരാ? നാത്തൂന് മനസ്സിലായില്ലേ? നമ്മുടെ ഉമ്മറിക്കയുടെ മോള്, നാത്തൂൻ്റെ ഫ്രണ്ടില്ലേ ആയിഷയുടെ മോളാ. ഉമ്മ സുഖമായിട്ടിരിക്കുന്നു, വീട്ടിലുണ്ട് ആൻറ്റി. ഞാനങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. ആൻറ്റി എപ്പോൾ വന്നു? ഞങ്ങളിന്ന് മോർണിംഗ് എത്തിയതേ ഉള്ളൂ. ഞങ്ങൾ വന്നില്ലേ? വരും. ശരി ആൻറ്റി, ഇന്ന് ഞാനങ്ങോട്ട്. ശരി മോളാ. നല്ല അച്ചട പോലെ കുട്ടിയില്ല. നമുക്ക് താഴെ വരണമുണ്ട്. ഇവർ 2 മക്കളാ. നീ വരുന്നെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ല. എടി, എന്നാലും നിനക്ക് എന്താ പറ്റി?
കർത്താവ് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇക്കൊല്ലം നിന്നെ നാട്ടിലെല്ലാവരും പെരുന്നാളിനെ കാത്തിരിക്കുകയാണ്, നീ പോയേ പറ്റൂ. ഞാനപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ശരി അങ്ങോട്ട് ഇഷ്ടം പോലെ പോയിക്കളയാം. അങ്ങനെ ഇങ്ങ് പോന്നു. അയ്യ, എന്തുകൊണ്ടാ നീ കർത്താവിൻ്റെ വക ചെയ്യാൻ തുടങ്ങിയ? എന്തോ ഉടായിപ്പുണ്ടല്ലോ. പാവപ്പെട്ട എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടല്ലോ. പാടെ അപ്പം പറഞ്ഞു പോവാൻ. ഞാനിങ്ങ് പോന്നു. കഴിഞ്ഞ കാലത്തെ പോലെ അവിടെ വന്നതിന് അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് വെറുതെ എന്തിനാ കോടതി കേസ് എന്നൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അപ്പം പറഞ്ഞപ്പോൾ ശരിയെന്ന് ഞാനും പറഞ്ഞു. ഓ, അപ്പം അതാണ് കാര്യം. അപ്പനെന്താ നന്നായിട്ട് ഭീഷണിപ്പെടുത്തി മട്ടുണ്ടല്ലോ. ഏതായാലും വന്നില്ല. പെരുന്നാൾ നമുക്ക് അടിച്ച് പൊളിക്കണം. അടിച്ച് പൊളിക്കില്ല, നമ്മൾ പൊളിച്ചടുക്കും. അവന്മാർക്ക് എപ്പോഴെത്താ? അവന്മാരുടെ കാര്യം അവന്മാർക്കും കർത്താവിനും മാത്രം അറിയാം. വരുമ്പോൾ വരും. വെയിറ്റ് ചെയ്യാം, വരട്ടെ. ഈ കൊല്ലം നീ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ജാസി, മോൾ, നീ എന്നെ അവിടെ തന്നെ എന്താണ് കയറി പോരടി. അല്ല, നിങ്ങൾ വർത്താനം പുറത്തുവരല്ല, നമ്മുടെ ആൾ തന്നെയാണ്. കയറി പോരെ. എടി, ഇതാണ് ഞങ്ങളുടെ ജെസി ആൻറ്റിയുടെ ഒരേ ഒരു പുത്രി. പുത്രൻ അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ചേർത്ത. കയറിപ്പതാണേ ഇഷാനു, ഇച്ചു എന്ന് വിളിക്കും ഞങ്ങളെല്ലാവരും. എടാ, ഇതാണ് എൻ്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ പറയാറില്ലേ, ഹന പറഞ്ഞു. ഇതുപോലെ അനിയത്തിയുണ്ട്, ഹന്ന പറഞ്ഞു. ആളുടെ ഡിഗ്രിക്ക് പഠിക്കുക. അവിടെ ഇരിയടി. കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്? നീ എന്ത് സ്വപ്നം നടന്ന? ഞാൻ വെറുതെ കാറ് വന്ന് ഉച്ച കേൾക്കുന്നുണ്ടല്ലോ. വന്ന് മക്കളെ, വന്ന് അവന്മാരടിക്കല്ലേ പൊള്ളി. അപ്പൊ ഇന്ന് നൈറ്റ് സെറ്റ്. പിന്നെ അല്ല, എന്താ അല്ലേ വെറൈറ്റി. പെണ്ണുങ്ങൾ നോക്കണ്ട കളിക്കാൻ അല്ല, ഇതങ്ങോട്ട് ഇറക്കിക്കോട്ടോ, ശരിയായിട്ടുണ്ട്. ഞാൻ പോർക്കിന്റെ പറയാ ചേച്ചി. ബെന്നിച്ചാനോട് പറ. ആടി ഞാനത് നോക്കിപ്പോയി. ബെന്നി, ചേച്ചി ഞാൻ നോക്കിക്കോളാം. സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. മാറിലെ അമ്പാൽ നീയായി സാക്ഷ്യം, മാറില്ല ഞങ്ങൾക്ക് ഈ വിശ്വാസം. കളക്ഷൻ തീരെ പോരല്ലേ. അതൊന്നുകൂടി പറ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ. അവസ്ഥയുടെ അയാളുടെ മോനൊക്കെ ഞാൻ കഴിഞ്ഞ സൈഡിൽ ഉണ്ടാക്കിയ. നിനക്ക് ഇടിപ്പരിപാടി വരെ നിർത്താലായല്ലോ. ഞാൻ വേണമെന്ന് വെച്ചിട്ടാണോ? തല്ലി പോകുന്നതല്ലേ. ഡാൻസ് കളിക്കുന്നത് നിനക്ക് വേണ്ടി ആലോചിച്ചാലെന്ന് പറയാം. എല്ലാവരൊക്കെ ചെയ്യും. പള്ളിമുറ്റമാണ് കുഞ്ഞാടെ. അമ്മച്ചി, എന്നാ ഞങ്ങളങ്ങോട്ട് ഇറങ്ങിക്കുവാ.
2-3 ദിവസം നിന്നിട്ട് പാടുവേ. എൻ്റെ കുഞ്ഞിനെ കാണാൻ കൊതി തീർന്നില്ല. അത് പറ്റത്തില്ല അമ്മച്ചി, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഫുള്ള് താറുമാറാവും. ഓ ഇത് പോടാവേ, അവനും ഉണ്ട് അവൻ്റെ ഒരു ഓഫീസും ഉണ്ട്. എൻ്റെ കൊച്ചിനെങ്കിലും ഇവിടെ നിർത്തിച്ച് കൊടുവേ. നല്ല കാര്യമായി, അവൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുക. ആന്നോടി പെണ്ണേ? ഹേയ് അങ്ങനൊന്നുമില്ല, വേണമെങ്കിൽ നിൽക്കാം. നീ ഇതൊന്നും അല്ലല്ലോ അവിടുന്ന് പോരുമ്പോ പറഞ്ഞത്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്ത് സാഹചര്യം? അത് പിന്നെ വല്യമ്മച്ചക്ക് എന്നെ പിരിയാൻ വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ 2-3 ദിവസം നിന്നിട്ട് വരാമെന്ന് വെച്ചു. ഓ 2-3 ദിവസമൊന്നും അല്ല, ഇനി കോളേജ് തുറന്നിട്ട് പോയാൽ മതി. ആ പിന്നെന്താ, എല്ലാം വല്യമ്മച്ചിയുടെ ഇഷ്ടം പോലെ. സത്യം പറയടാ, ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടല്ലോ. നിൻ്റെ പുറകിൽ ചുമരി കൊടാ സമ്മതിക്കില്ല കർത്താവേ. മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കൽ എന്താണ്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കൽ. എന്താ ഇതൊന്നോട്ട് ശരിയല്ല കേട്ടോ, എന്ത് ഈ കാണിക്കുന്നതൊക്കെ. മനസ്സിലായില്ല. പോയാ എന്തുവാ? മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോള്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോള്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്താണ്.